Welcome to the series of Prep Academy where we discuss about some of the best CUT colleges under UG. എക്കണോമിക്സിനെ കുറിച്ചാണ് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, അതിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചും. എക്കണോമിക്സിൽ നമ്മൾ നോർമലി എന്തൊക്കെയാണ് പഠിക്കുന്നത്? നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, എക്കണോമിയുടെ ടോട്ടൽ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, മാർക്കറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കൺസ്യൂമറിസത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ആൻഡ് മൈക്രോ ആൻഡ് മാക്രോ ആസ്പെക്ട്സ് ഓഫ് എക്കണോമി ആൻഡ് മാർക്കറ്റ്സ്. അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ പഠിക്കുന്നുണ്ട്, ഇൻകം ആൻഡ് എംപ്ലോയ്മെന്റ്, ഗവൺമെന്റ് ബഡ്ജറ്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഡിമാൻഡ് ആൻഡ് സപ്ലൈ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഓൾസോ വി ലേൺ അബൌട്ട് ദ അനാലിസിസ് ഓഫ് എക്കണോമിക് ഡേറ്റ. അപ്പം സബ്ജക്ട്സ് എന്തൊക്കെയാണ് നമ്മൾ CUT ക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത് ഫോർ റൈറ്റിംഗ് ദിസ് എക്സാമിനേഷൻ? അപ്പം നമ്മൾ BA എക്കണോമിക്സ് ഉണ്ട്, BSc എക്കണോമിക്സ് ഉണ്ട്. ഇതിന് രണ്ടിനും കുറച്ച് സ്ലൈറ്റ് ചേഞ്ചസും കുറച്ച് ഡിഫറൻസസും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ BSc എക്കണോമിക്സ് പഠിക്കുകയാണെങ്കിൽ യു ചൂസ് എനി ലാംഗ്വേജ് ഫ്രം സെക്ഷൻ 1 along with that മാത്തമാറ്റിക്സ് ചൂസ് ചെയ്യുക. അതുപോലെ തന്നെ സെക്ഷൻ 2 നിന്ന് ഏതെങ്കിലും 2 സബ്ജക്ട്സ് കൊണ്ട് ചൂസ് ചെയ്യുക. along with that യു റൈറ്റ് ജനറൽ ടെസ്റ്റ് അല്ലെങ്കിൽ സെക്ഷൻ 3. ഇത്രയും സബ്ജക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഒരുവിധ എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ചില യൂണിവേഴ്സിറ്റീസ് നിങ്ങളോട് ചോദിക്കുന്ന ഏതെങ്കിലും ഒരു 3 സബ്ജക്ട്സ് ഡൊമൈൻ ചൂസ് ചെയ്യുക ആൻഡ് എനി ലാംഗ്വേജ് ചൂസ് ചെയ്യുന്നതായിരിക്കും. ചില യൂണിവേഴ്സിറ്റി നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഏതെങ്കിലും ഒരു ലാംഗ്വേജ് ചൂസ് ചെയ്യുക, അതുപോലെ തന്നെ ജനറൽ ടെസ്റ്റും കൂടെ ചൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ യൂണിവേഴ്സിറ്റീസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ പറയുന്ന ഇത്രയും സബ്ജക്ട്സ് പഠിക്കുന്നത്. BSc എക്കണോമിക്സ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് ഉറപ്പായിട്ടും ചൂസ് ചെയ്യണം. അതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ 2 സബ്ജക്ട്സ് ചൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലാംഗ്വേജ്, ഏതെങ്കിലും ലാംഗ്വേജും ജനറൽ ടെസ്റ്റും നമ്മൾ ചൂസ് ചെയ്യണം. ജനറലി ഇത് 2 കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ചൂസ് ചെയ്യുന്നത് ഈ ഒരു മോഡലിലായിരിക്കും. BA-ക്കും BSc-ക്കും കോമൺ ആയിട്ട് ആൾക്കാരെ ചൂസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കരിയർ ഓപ്പർച്യൂണിറ്റീസ് റിലേറ്റഡ് ടു എക്കണോമിക്സ്? നമ്മളൊരു എക്കണോമിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ റിസ്ക് അനലിസ്റ്റ് എന്നുള്ളൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡേറ്റ അനലിസ്റ്റ്, ഫിനാൻഷ്യൽ പ്ലാനർ, ഇൻവെസ്റ്റ്മെന്റ് അനലിസിസ്, along with that നമ്മൾ റിസർച്ച് ആൻഡ് അക്കാഡമിക്സ് ഉണ്ട്. അതുപോലെ തന്നെ പോളിസി മേക്കിംഗ്. ഇത്രയുമാണ് നമ്മുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്, ആൻഡ് മെനി മോർ. What are the best universities or colleges under the CUT? നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹി. നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയുടെ എക്കണോമിക്സ് വളരെ ടോപ്പ് എൻഡിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. അതിൽ നമുക്ക് ശ്രീറാം കോളേജ് ഉണ്ട്, ലേഡി ശ്രീറാം കോളേജ് ഉണ്ട്, ദീൻ ദയാൽ ഉപാധ്യായ ഉണ്ട്. അങ്ങനെ ഒരുപാട് നല്ല കോളേജസ് യൂണിവേഴ്സിറ്റി ഓഫ് ഡൽഹിയിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ബേസ് എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി ഉണ്ട്. എക്കണോമിക്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ്, ബാംഗ്ലൂരാണ്. ആൻഡ് ഫോർ വിമൻ ദർ ഇസ് ദേവി അഹില്യ വിശ്വവിദ്യാലയ ഇൻഡോർ, യൂണിവേഴ്സിറ്റി ഓഫ് അലഹബാദ് ഉണ്ട് പ്രയാഗ്രാജിൽ, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഉണ്ട്, ആൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്. ഇത്രയാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റീസ് വിച്ച് ആർ ഓഫറിംഗ് കോഴ്സസ് ഫോർ BA and BSc economics. If you are attempting for BA or BSc economics, please go through these details. And thank you for watching this video. All the very best for your CUT.